പിന്നെ ആ സുമേഷിനെ പിടിച്ച് കെട്ടിക്കുന്നതിനെ കുറിച്ചിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ അവൻ എവിടെന്തെങ്കിലും പെണ്ണ് കിട്ടൂടെ? ഒരു പെൺകൊച്ചിനെ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്ന്? അവളുടെ പരിചയത്തിലുള്ളതാണ്. അജയ് പറഞ്ഞോളൂ. അവരോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആരെ? അവരോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അച്ഛാ. കുഴപ്പമില്ലാത്ത പെങ്കൊച്ചാ. ആണോ? അവർക്ക് താല്പര്യമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടും വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് കുറച്ച് നുണകളൊക്കെ പറയേണ്ടി വന്ന്. അത് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരുമല്ലോ. അങ്ങനെയെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ അല്ലേ? ഇവിടെ എന്ത് വിഷമം ചെയ്യുന്നത്? പരിചയക്കാരെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. എന്നാലും എന്താവോ എന്തോ, എനിക്ക് കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാ. ഒന്നും ആവൂല. അവള് നന്നാക്കി എടുത്തോളൂ. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ അച്ഛാ? ആ സിനിമയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത് ജീവിതമല്ലേ? ജീവിതത്തിലും നടക്കുകയൊക്കെ ചെയ്യും. അച്ഛാ അതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? അവള് ഗുസ്തിക്കാരിയാണ്. അടി, തട, ശ്വാസം മുട്ടിക്കൽ, എല്ലാ പരിപാടിയുണ്ട്. ജുജുത്സു എന്നാണ് പേര്. എന്തോ? ജുജുത്സു. ജുജുത്സു പറയാൻ ഇത്തിരി കുറിച്ചു പിടിച്ച പേരാണെങ്കിലേ ഈ ജുജുത്സു സുബേഷ് നല്ല ചേർച്ചയുണ്ടല്ലേ. ആ കൊച്ചിന്റെ പേരല്ല, അവള് ചെയ്യുന്ന അഭ്യാസത്തിന്റെ പേരാ. അത് ശരി. അത് പറയുമ്പോ എല്ലാം വ്യക്തമായിട്ടൊക്കെ പറയണ്ടേ? ഞാനെന്തോ ജുജുത്സുവും പഠിച്ചോണ്ട് നടക്കുവാണോ? ആ കൊച്ചിനെ ഏതോ വലുത് വരാനിരിക്കുന്നു. നീ ആവശ്യമില്ലാതെ ഓരോന്നോർത്ത് ടെൻഷൻ ആവില്ലേ? നിങ്ങൾ അവനുമായിട്ട് ആലോചിച്ചോ? അവനുമായിട്ട് ചോദിക്കേണ്ട കാര്യം എന്താണ്? അവനെ കെട്ടിച്ചു വിടുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെ ആവശ്യം. അതിനെല്ലാവർക്കും സമ്മതമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവന്റെ കാര്യമായിട്ട് എല്ലാവർക്കും സമ്മതമായിരിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും നീ കണ്ടുപിടിച്ച പെണ്ണുകൊള്ളാം. ഈ ഗുസ്തി അടിയൊക്കെ ആയപ്പോഴേ അവന് ഇച്ചിരി പണിയും കിട്ടും, ഒതുക്കും അല്ലേ? ഞാനും ആലോചിക്കുന്നുണ്ട് വല്ല ഗുസ്തിയും പഠിക്കാൻ പോയാലോ. വല്ല ഗുസ്തിയും പഠിക്കാൻ പോയാലോ ഞാനും ആലോചിക്കുന്നുണ്ടെന്നാ. എന്തുവാണ്? നിനക്കൊരു സന്തോഷ വാർത്തയാണ്. എന്തോന്ന് സന്തോഷ വാർത്ത? നിന്നെ കെട്ടിച്ചു വിടാൻ പോകും. നിനക്ക് വേണ്ടി നല്ല ഒരു ഉഗ്രം ബന്ധം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അച്ഛൻ? നിങ്ങളുടെ അപ്പം പറഞ്ഞ ബന്ധങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികമൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നിങ്ങളില്ല അങ്ങോട്ട് പറഞ്ഞു കൊടുത്തി പൈങ്കിളി. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബന്ധം. നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ കെട്ടിച്ചു വിടാനാണ് തീരുമാനം. എടാ എന്നാലും നിനക്കൊരു മാറ്റം വരും അല്ലേ അച്ഛൻ? ഓ നീ എന്ത് വാ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കണേ? എന്ത് പറഞ്ഞാലും ഓ ഓ ഓ. ഡേ നിക്കവിടെ പറയട്ടെ. എന്താ പറയാ? നിങ്ങളെ ചുമ്മാ ചാടി പഠിക്കണ ഞങ്ങൾ ഇവിടെ പറയണമെന്ന് കേക്ക്. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. വാ 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 വാ. ഇവിടെ വാടാ. ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരിക്കും. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ. എനിക്ക് കാണണ്ട. നോക്കടാ, എനിക്ക് കാണണ്ട. ഇങ്ങോട്ട് തിരിടാ. കണ്ണു പറ. തുറക്കത്തില്ല. ക്ലിയാക്കും. ലേക്കാലും തുറക്കത്തില്ല. നോക്കടാ ഇങ്ങോട്ടെ. കണ്ണു തുറന്ന് നോക്കടാ. ഇങ്ങനെയുണ്ട്. കൊള്ളത്തില്ല. പേര് കേക്കണ്ടേ? വേണ്ട. ദുർഗ. നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ അടിച്ചേപ്പിക്കാൻ നോക്കുന്നത്? എന്നെ പ്രതിച്ച് എത്ര പെണ്ണുങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ട് എനിക്ക് ദുർഗ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. എത്ര പെണ്ണുങ്ങളോ? അപ്പൊ നീ എത്ര പേരെ കെട്ടാനാ പ്ലാന്? ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കളം നന്നായാലും യവൻ നന്നാവത്തില്ല. ചേട്ടൻ ഇനി എത്ര കാര്യം നിർബന്ധിച്ചാലും ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചിനെ കല്യാണം കഴിക്കും. അവൻ പോട്ടെ. അവരുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ അനുഭവിക്കാൻ അവന് യോഗമില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടെന്തിനാ? അത്രേ ഉള്ളൂ. അതെന്തുവാ? നീ സെറ്റാക്കി വെച്ച ഏതിനെങ്കിലും തന്നെ കെട്ടിയാൽ മതി എന്ന് പറയുമായിരുന്നു. ഉള്ളതാന്ന് അവര് പറഞ്ഞിട്ട് പോയെ? എനിക്കെങ്ങനെ അറിയാം? ആയിരിക്കും. ഉള്ളതാ അച്ഛൻ അങ്ങനെ അവര് പറഞ്ഞിട്ട് പോയെ? ഉള്ളതാന്ന് അവര് പറഞ്ഞിട്ട് പോയെന്ന്. ആയിരിക്കും, എനിക്കെങ്ങനെ അറിയാനാ? ചേട്ടാ നിന്റെ ഐഡിയ കൊള്ളാം. കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതിന് അവന് ലക്ഷം കോടി നമ്മൾ തിരിച്ചറിയാവോ? നീ അങ്ങനെ അവനെ വലിയ മരകൃഷ്ണനായിട്ടൊന്നും കാണാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അവനും അറിയാം. അവനിപ്പോൾ ആദ്യം സമ്മതിക്കണം, അതല്ലേ നമ്മുടെ ആവശ്യം. ബാക്കി പിന്നല്ലേ. അല്ലെങ്കിൽ തന്നെ അവർ അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള വീട്ടുകാരാ. അവന്റെ മനസ്സ് മാറി കാണുമോ? പിന്നെ മാറാതെ ഇപ്പൊ കണ്ടോണം. കാശെന്ന് കേട്ട് കഴിഞ്ഞാൽ കമന്ന് വീഴുന്ന പാർട്ടിയാ. നീ അവൻ വരുമ്പോഴത്തേക്ക് കളിയാക്കാനൊന്നും നിൽക്കണ്ട. ചിലപ്പോൾ അവൻ മനസ്സ് മാറിയിട്ട് അവൻ വീണ്ടും തിരിച്ചു പോയാലോ? കാശെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാലും അവൻ വേണ്ടെന്ന് പറയൂല. അത് മതി. രണ്ടുപേരുണ്ടല്ലോ. അതെ, സുമ പറഞ്ഞേ അവനെ അപ്പൊ പെടുത്തുന്ന എടുത്തുചാട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ മനസ്സിരുത്തി ആലോചിച്ചപ്പോ നിങ്ങൾ പറഞ്ഞതാ ശരിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കല്യാണത്തിന് സമ്മതമാണ്. ആണല്ലേ? പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? എടാ സുമേ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. വാ.
അവിടെ നിൽക്കോ. ആ? നാണം കണ്ടോ? എന്തായാലും നിന്റെ തീരുമാനം നന്നായി. ഒരു കാര്യം ഞാൻ എന്തായാലും എല്ലായിടത്തും പറഞ്ഞേക്കാം, എനിക്ക് എന്തായാലും സ്ത്രീധനം വേണ്ട. ഇനിയിപ്പം അവളുടെ അച്ഛൻ എന്തുവാന്ന് വെച്ചാൽ മോക്ക് കൊടുക്കുന്ന നമുക്ക് എതിർപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അത് പറ്റത്തില്ല. അല്ല ആ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവളിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക. വേറൊരു ആക്ടിവിറ്റീസും ഇല്ലടാ, ഒരു മിണ്ടാപ്പൂച്ച കൊച്ച്. എന്നാ ഒരു പെണ്ണുകാണല് സെറ്റ് ചെയ്യട്ടെ. അവ അത് പറഞ്ഞപ്പോഴാ നാത്തൂനെ ഞാൻ കണ്ടില്ല. ഫോട്ടോ വല്ലതും ഉണ്ടോ? നിന്നെ കാണിച്ചില്ലല്ലേ? ഇല്ല. ആ ഫോണിനകത്ത് തന്നെ. ശരി, ഇതാണ് കുട്ടി. ഇത് ദുർഗയല്ലേ? നിനക്കറിയോ? ആ എനിക്കറിയാം. നിനക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടോ? ഒന്നുമില്ല, പക്ഷെ എനിക്കറിയാം ഈ കല്യാണം നടക്കത്തില്ല. അതെന്തായാലും നടക്കാത്തെ? നടക്കത്തില്ല. അത്ര അതെന്താ എനിക്ക് നടക്കാത്തെ? ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. നിനക്കെന്ത് ഇഷ്ടമല്ലാത്തെ? എനിക്കിഷ്ടമല്ല, ഈ കല്യാണം നടക്കത്തില്ല. നിനക്കെന്ത് ഇഷ്ടമല്ലാത്ത ഭയങ്കര എനിക്കിഷ്ടമല്ല. അവക്ക് ഇഷ്ടമല്ലെന്ന്. അങ്ങനെ നടക്കത്തില്ലല്ലോ. നിനക്ക് ഇഷ്ടം അവനെ ഒരു വിധത്തിൽ ഒന്ന് സമ്മതിപ്പിച്ചാ. അത് കൊള്ളാല്ലേ? ആ, ഇല്ല. നീ പോയി ചോദിച്ചാണ് അവൻ്റെ അടുത്ത് എന്താണ് കാര്യം. അച്ഛൻ ഇങ്ങോട്ടൊന്നും മറിക്കേ. എടാ, ഞാൻ നിന്റെ കല്യാണത്തിന് എന്താ സമ്മതിക്കായിരുന്നെന്ന് നിനക്കറിയോ? വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. നിനക്ക് എന്നെ മനസ്സിലായെന്നാ? ഒരു പെണ്ണിന്റെ ജീവൻ തുലക്കണം എന്ന് വിചാരിച്ചാൽ നീ എങ്ങനെ പറയുന്നത്? അതുകൊണ്ടല്ലടാ പൊട്ട, നിന്റെ ജീവിതം തൊലയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആ പെണ്ണ് സൈക്കോ ആടാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുനി തീർത്ത് ഇരിക്കുകയും ആ മുത്തി ശ്വാസം മുടിക്കുകയൊക്കെ ചെയ്യും. നിനക്ക് നേരത്തെ പറഞ്ഞാ പോരെ? അത് പിന്നെ അപ്പൊ ഇവൻ വിചാരിക്കത്തില്ല എനിക്ക് ഇവനോട് സ്നേഹം ഉണ്ടെന്ന്. അത് പിന്നെ നീ എന്തിനാ ഇപ്പൊ പറഞ്ഞേ? അത് നിന്നോട് ശരിക്കും സ്നേഹമുള്ളതുകൊണ്ട്. ഓഹോ, അപ്പൊ ഞാൻ അടികൊണ്ട് ചാവുന്ന എനിക്ക് ഇഷ്ടമല്ല അല്ലേ? എടാ, ഏതെങ്കിലും പെമ്പിള്ളാര് വന്ന് നിന്നെ തല്ലി കൊന്നു കഴിഞ്ഞാൽ ഞാൻ ആരുടെ മെക്കിട്ട് കയറുടാ. അത് മാത്രല്ല, അവള് കുംഫുവാടാ. കുംഫു അല്ലടി, ജുജുത്സു. ഓ, അപ്പൊ ചേട്ടത്തിക്ക് അറിയായിരുന്നില്ലേ? എടാ, നീ ഉത്തമനാ പറഞ്ഞത് ഇതുപോലെ അഭ്യാസം പഠിച്ച ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നാലും നിന്നെ നിലക്കി നിർത്താൻ പറ്റുള്ളൂ. എന്നാലും ചേട്ടാ ഒരു അനിയനെ ഇങ്ങനെ കുരുതി കൊടുക്കാൻ ശ്രമിക്കണ്ടായിരുന്നു. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയോ? എടാ, നീ ചേട്ടാ ഒന്നും മിണ്ടണ്ട. അതൊക്കെ വിട്. എന്തായാലും നീ ഇടികൊള്ളാൻ രക്ഷപ്പെട്ടല്ലോ. അച്ഛാ, ഹൈലൈറ്റ് അതൊന്നും അല്ല. ഒരു സഹോദരി സഹോദരന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് പബ്ലിക്കായിട്ട് തുറന്നു പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിന് സ്നേഹമില്ലേ? ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ല. നല്ല സ്നേഹമില്ലേ? എടാ, 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 കൊച്ചിന്റെ കൈ 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 ചേട്ടാ, ഏയ്, ഏയ്, ഏയ്. ഞാൻ നോക്കണ്ട. ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ നൊന്താ നീ? എടാ, കൈ വിട്, മതി, മതി, മതി. നൊന്താ നീ എന്തോ? നീ നൊന്താ എന്തോ? പറ്റത്തില്ല. പറ്റത്തില്ല. ദേഷ്യം വരുത്തില്ല. പിന്നെ എനിക്ക് വരത്തില്ലേ? എന്തുവാ? ഇങ്ങോട്ട് തളിക്കുന്നു. ദുർഗയൊന്നും വേണ്ട, ഇവള് തന്നെ ഉണ്ടല്ലോ ഇവിടെ. മതി. എന്തുവാടി? ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാൻ എടുത്തല്ലേ? ടെസ്റ്റ് ചെയ്ത് വയറുപെടുത്ത് ചാകുമ്പടേ. അതെന്താ? എടി, കപ്പയ്ക്കകത്തൊരു തരം വിഷം ഉണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഈ ആടും പശു അല്ല ഈ കപ്പയൊക്കെ തിന്നു കഴിയുമ്പോ ചത്തു. ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ചത്തുന്ന് പോകുന്നത്. അപ്പച്ച എന്താ കണ്ടിട്ടുള്ളേ? ഓ ചിലപ്പോ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഡേ ചുമ്മാ അല്ല സുമേഷ് നിന്നെ എടുത്തിട്ട് കുറയുന്നത്. നിന്റെ കയ്യിലിരിപ്പുണ്ടോ? എന്നാ പിന്നെ അച്ഛമ്മ തടയാൻ നിക്കണ്ട, എടുത്ത് കഴിച്ചോട്ടെ. രക്ഷിക്കാൻ വന്നതും പോരാ എന്റെ മെക്കിട്ട് കൊടുന്നു. ഞാൻ വല്ലതും പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു എന്താ കണ്ണി? എന്റെ എല്ലാം ഉണ്ട കണ്ണു കൊണ്ട് പണിയെടുക്കുന്നവരോട് കൂട്ടിരിക്കുന്ന പൈങ്കിളിയുടെ മനസ്സാരും കാണാതെ പോകരുത് എന്റെ ദൈവമേ. നന്നായിട്ട് ഞാൻ അറിയാണ്ട് അടിച്ചതാ സുമേ. പുത്തുണ്ട് എവിടാ? ചേട്ടൻ പുറത്തോട്ടങ്ങാണ്ട് പോയി മൂക്കുത്തി പണിയിപ്പിക്കാനാണോ എന്തോ പറയുന്നത് കേട്ട്. മൂക്കുത്തിയോ? ആർക്ക്? അയ്യോ, ഞാനൊന്നും പറഞ്ഞതൊന്നുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ആർക്കാ മൂക്കുത്തി? ഒന്നുമില്ല. എടാ, ആർക്കാടാ? ഞാൻ മാറൂട്. പറയടാ, ആർക്കാന്ന് പറ. ആർക്കാന്ന് പറ. എന്റെ പൊന്ന് സഹോദരന്മാരെ, എനിക്ക് ഇതിന്റെ വിശദ വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് തന്നെ ചേട്ടന്റെ വായിന്ന് അറിയാതെ വീണപ്പം കിട്ടിയതാ. നിനക്ക് ശരിക്കും അറിയത്തില്ല ആർക്കാന്ന്? അതല്ലേ അമ്മ ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. നിങ്ങൾ ഇനി ആരും ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ. ആ മൂകുതി ആർക്കാന്ന് വെച്ച് കിട്ടുന്ന വെച്ചാൽ മൂക്കിനകത്തോട്ട് കുത്തി കയറ്റിക്കും. അല്ല, ഇതിപ്പോ ആർക്കാന്ന് ആലോചിച്ച് ഡിസ്കഷൻ ചെയ്തൊന്നും സമയം കളയണ്ട. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, ഉറപ്പായിട്ടും ഇത് എനിക്കുള്ള മൂക്കുത്തി തന്നെ ആയിരിക്കും. അതിനുവേണ്ടി പണിപ്പിക്കുന്ന ചേട്ടൻ, എനിക്കറിയാം. നാളെയാണോ നിന്റെ ബർത്ത്ഡേ? പിന്നല്ലാതെ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് സർപ്രൈസ് തരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ചേട്ടൻ മൂക്കുത്തി വാങ്ങിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതങ്ങനെ ഭയങ്കര. കഴിഞ്ഞ വർഷം നിനക്ക് 15-ലല്ലേ ബർത്ത്ഡേ? ഈ വർഷം എങ്ങനെ 14-ആയത്? എടാ, ഇന്ന് 14, നാളെ 15. കണക്ക് കറക്റ്റ് ആയോ? ഇത് എനിക്ക് തന്നെയാ. ഞാൻ പണിക്ക് പോകത്തന്നെ നീ ഡേറ്റ് അറിയാൻ വയ്യ. പിന്നെ അല്ലേ. എടി ഉത്തുവാണ്, നീ ബർത്ത്ഡേ ഒന്നും ഓർത്തിരിക്കാൻ ഒരു സാധ്യതയില്ല. എന്താ? ഇത് ഞാൻ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പുതിയ മൂക്കുത്തി വേണമെന്ന്. അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വരുന്നതായിരിക്കും. പിന്നെ
എന്റെ ബർത്ത്ഡേ അന്ന് തന്നെ ആണല്ലോ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ മൂക്കുത്തി വാങ്ങിച്ചോണ്ട് വരുന്നത്. ഇത് എനിക്കുള്ളത് തന്നെയാ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി വഴക്ക് കൂടണ്ട. എല്ലാരും എന്റെ ഇതേ മൂക്കിലേക്ക് ഒന്ന് നോക്കണം. ഒന്നും കാണുന്നില്ലല്ലേ? ആകട്ടല്ല പൊട്ടാ വെളിയിൽ. ഒന്നുമില്ല. ഒന്നുമില്ല. അത് തന്നെ ആരുടെ മൂക്കുത്തിയാ പോയി, എന്റെ മൂക്കുത്തി പോയി അതുപോലെ അറിയുകയും ചെയ്യാം. അപ്പൊ ആർക്കായിരിക്കും ആ മൂക്കുത്തി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പുതിയത്? ഹലോ, എനിക്കും ഉണ്ട് മൂക്കുത്തി ഇടാനുള്ള ഓട്ടയും. 3 വർഷമായിട്ട് ഞാൻ ഇതിട്ടോണ്ട് നടക്ക. മിക്കവാറും അച്ഛൻ എനിക്ക് എറിയും കൊണ്ടുവരും. ഒന്ന് പോയടി അവളുടെ മൂക്കുത്തി ഇടാനുള്ള ഓട്ട. ഇതെന്തോന്നിത്? ഞാൻ തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടോ? പല്ലി. പല്ലിന്ന് വിളിച്ചാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലവി. പല്ലവി. വേണ്ടാത്ത കരിവേപ്പില എന്താണെന്നറിയോ? അതാണ് നീ. അതാണ് ചിറ്റപ്പൻ. ഓ, അതാണ് നമ്മള്. എന്ത്? ആർക്കാ മൂക്കുത്തി? എനിക്കാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. പിന്നെ പെറ്റതലക്ക് കൊടുക്കാൻ നീ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന എനിക്കൊന്ന് കാണണം. നിങ്ങൾ എല്ലാരും ചമ്മാനായിട്ട് റെഡി ആയിക്കോ. ആർക്കാച്ച എടുക്കുന്നേ? സുമേഷ് വന്ന് പറഞ്ഞല്ലേ? എനിക്കാന്നങ്ങ് പറ. നിങ്ങളുടെ 4 പേരും മൂക്കിൽ ഓട്ടമുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ചേട്ടൻ എന്റെ മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവും. എന്ത് പ്രശ്നടാ? ധൈര്യമായിട്ട് പറ, ആർക്കാ വാങ്ങിയെന്ന്. ഇല്ല, ഞാൻ പറയുന്നില്ല. ഇതിപ്പോ എന്തായാലും കിട്ടുമ്പോ അറിയൂല്ലോ ആർക്കാന്ന്. അത് കിട്ടുമ്പോഴല്ലേ, അത് അപ്പൊ ആലോചിക്കാം. ആലോചിക്കാന്നോ? അപ്പൊ ചേട്ടന് പണിയാൻ കൊടുത്തപ്പോ അറിയത്തില്ലായിരുന്നു ആർക്ക് വേണ്ടിയാ പണിയുന്നതെന്ന്? പണിയാൻ കൊടുത്തപ്പോ അറിയായിരുന്നത് പോലെ, ഇപ്പൊ മറന്നത് പോലെ. അച്ഛനിത് ആരെയാ അച്ഛൻ പേടിക്കണേ? ധൈര്യം പറ. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ പറയും. പറഞ്ഞു കഴിയുമ്പോ എല്ലാത്തിന്റെയും സ്വഭാവം മാറും. എനിക്ക് എല്ലാത്തിനെയും നന്നായിട്ട് അറിയാം. ഇതിപ്പോ ഇവിടെ ആർക്കാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അത് എനിക്കാന്നങ്ങ് പറ. അതിനെന്താ അത്ര മടി? വെള്ളിയാഴ്ച സാധനം കിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ എല്ലാവരും ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മൂക്കുത്ത് പിടിക്കിട്ട് ഞാനങ്ങ് തൂങ്ങിച്ചാവും. അവളെ കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തു പറ്റി അമ്മ? ഒന്നുമില്ലടാ, രാവിലെ തൊട്ട് കമന്ന് കിടന്ന അലമാരുടെ അടിയിലും കട്ടിലിന്റെ അടിയിലും ഒക്കെ കുനിഞ്ഞ് കിടന്ന് നോക്കിയെന്റെ. എന്തോന്ന് നോക്കിയാ ചുമ്മാ? മൂക്കുത്തി മക്കളെ, അത് കണ്ടുപിടിച്ചാലും ഇനി അമ്മയുടെ മൂക്കിന്റെ ഹോൾ അടയാതിരിക്കത്തുള്ളൂ. ഓഹോ, അതിനെ ഒരു ഈർക്കിൽ തിരികെ കയറ്റി വെച്ചാലും മതി. എന്നോട് ചോദിച്ചോ എന്നാ ചെയ്യണമെന്ന്? ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? കുറവുണ്ടോ അമ്മ? ഇല്ല, കുറവില്ല മക്കളെ. നടുവ് അമ്മ, ഇത് കാണുമ്പോഴേ അച്ഛൻ മുമ്പ് സ്കൂട്ടർ കിട്ടാൻ വേണ്ടിട്ട് കാലുവ്യാതെ അഭിനയിച്ചില്ലേ, അത് ഓർമ്മ വരണം. ഞാൻ അപ്പോഴേ പറയാൻ വിചാരിച്ചതാ. നിർത്ത്. അവൾ അങ്ങനെയൊന്നും ചെയ്യണടാ. ഇപ്പൊ മൂക്കുത്തി ഞാൻ ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്റെ മൂക്കലല്ലേ ഇല്ലാതെ ഉള്ളൂ, ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ മൂക്കലൊക്കെ ഉണ്ടല്ലോ. എടാ, ഒന്നും ഇല്ലേലും നിന്നെ ഇത്രയും വലുതാക്കിയതല്ലേ അമ്മ. അത് ശരി അച്ഛ. അച്ഛമ്മക്കല്ലേ മൂക്കുത്തില്ലാത്ത? അച്ഛമ്മക്ക് എന്നെ വാങ്ങിച്ചു കൊടുത്തോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛ കൊടുത്തു. அம்மாவை வணங்காத உயிரில்லையே, അമ്മാവെ വണങ്ങാത ഉയർവില്ലയേ. അങ്ങനല്ലേ? അങ്ങനെ തന്നെയാ. കൊടുത്തോ. കാര്യമായിട്ടാണോടി? ഓ, ഇനി ഞാൻ കാരണം ഇവിടുത്തെ മൂക്കിന്റെ ഹോൾ ആരുടെ അറിഞ്ഞു പോണ്ട. അങ്ങനെ 2 എണ്ണം ഒഴിഞ്ഞു കിട്ടി. എന്തായാലും നിങ്ങളെല്ലാം പറഞ്ഞൊന്ന് ഒത്തുതീർപ്പാക്ക്. സ്നേഹത്തിന്റെ അത്ര വിലയൊന്നുമില്ലല്ലോ സ്വർണത്തിന്, അല്ലേ അച്ഛാ? അതേ മോനെ. ഹലോ എടി പിങ്കി, നീ മനസ്സിൽ എന്നെ പ്രാഗ് കൂടി. നീ ഞാനൊരു ഓസ്കാർ തരട്ടെ? എന്തിന്? ഈ അഭിനയത്തിന്. അമ്മയച്ചനോട് തെരുവാടം കളിച്ചാലേ സൂപ്പർ ആയിരിക്കും. കാലുവയ്യാത്ത വൃദ്ധനും ഇറങ്ങി വീഴുന്ന വൃദ്ധയും. നീ കൂടെ പോരടാ, നല്ല കമ്പനി ആയിരിക്കും. സൂപ്പർ ആയിരിക്കും നിങ്ങൾ കളിച്ച. ഇങ്ങനെയൊക്കെ നിൽക്കാല്ലോ ഇങ്ങനെ അമ്മ സൂപ്പർ ആയിരിക്കത്തില്ലേടി? കറക്റ്റാടാ, അഭിനയ കുലപതികൾ. അമ്മക്ക് അവാർഡും കിട്ടും. എന്ത്? ഒന്നുമില്ല. അല്ല പറ. നിങ്ങളുടെ അമ്മയുടെ ആക്ടിങ് ഓർത്ത് ചിരിച്ചതാ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി മേടിച്ച മൂക്കുത്തി കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളെ. ഇവിടെ ആരും ഒന്നും കാണിച്ചൊന്നും കൂട്ടിയില്ല. അമ്മയ്ക്ക് മൂക്കുത്തി തപ്പി ക്ഷീണം വന്നു. പൈങ്കിളി അവളും പറഞ്ഞല്ല, മൂക്കുത്തി പണിയിപ്പിച്ച് കിട്ടിയിട്ട് അമ്മയ്ക്ക് കൊടുത്തോളാം. സത്യം പറ, നിങ്ങളത് എനിക്ക് തരാൻ വേണ്ടി പണിയിപ്പിക്കുന്നല്ലേ? നിനക്ക് വേണ്ടി പണിയിപ്പിച്ച തന്നെ. പൈങ്കിളിയുടെ ബർത്ത്ഡേ ഞാൻ ഓർത്തില്ല, അമ്മയുടെ മൂക്കുത്തി കളഞ്ഞു പോയതും ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിനക്ക് വേണ്ടി മാത്രം മൂക്കുത്തി കൊണ്ടുവന്ന അതെല്ലാം അവർക്കെല്ലാം വിഷമാവില്ലേ? അത് ശരി, അവർക്ക് വിഷമാവും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് നേരത്തെ അങ്ങ് വാള തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്ത് പറയുന്നു എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാനിപ്പോ എന്ത് പറയാനാ? എനിക്ക് വേണ്ടി മേടിച്ചതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞു അമ്മയ്ക്ക് കൊടുത്തോളാൻ. ആണ്. എനിക്കിപ്പോ പുതിയ മൂക്കുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ കളഞ്ഞു പോയതല്ലേ, പണിയിപ്പിച്ച് കിട്ടുമ്പോ കൊടുത്തേരെ. പണിയിപ്പിച്ച് കിട്ടാനൊന്നുമില്ല, എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് മിണ്ടാതിരിക്കുവായിരുന്നല്ലേ? അതെ, അത് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ പിന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. കള്ളത്തരം. എന്നിട്ട് എന്തേ? ഇവിടെ ഉണ്ട് മേളില്. അമ്മയ്ക്ക് കൊടുക്കട്ടെ? ഇനിയിപ്പോ ആരെ നോക്കി നിൽക്കാനോ? കൊണ്ട് കൊടുക്ക്. സത്യം. ഓ, എടുക്ക്, നോക്കട്ടെ.
ഓരോ കഷ്ടപ്പാടുകളെ. അയ്യോ, ഇവിടെ വെച്ചിരുന്ന സാധനം ഇവിടെ പോയി. അവിടെ തന്നെ ആണോ വെച്ചേ? ഇവിടെ വെച്ചേ നീ എടുത്താ? ഈ സാധനം എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല, പിന്നെ ഞാനെങ്ങനെ എടുക്കുന്നേ? പിന്നെ ആരും എടുത്തോണ്ട് പോയത്? എനിക്കറിയോ, ശരിക്കും നോക്ക്. ഇതിനകത്ത് വച്ചത് എവിടെ? ആ എനിക്കെങ്ങനെ അറിയാം? അമ്മ, പൈങ്കിളി, എന്റെ മൂക്കുത്തി. എന്താ ചേട്ടാ? എന്റെ മൂക്കുത്തി എവിടെ? മൂക്ക് കുത്തിയോ? എന്റെ മൂക്കുത്തി എവിടെയാടി? ആ എനിക്കെങ്ങനെ അറിയാം? ഏത് മൂക്കുത്തി? പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ച മൂക്കുത്തി ഇവിടെ അകത്ത് വെച്ചേക്കായിരുന്നു. അത് പണിയാൻ കൊടുത്തേക്കുവാന്നല്ലേ പറഞ്ഞേ? ഇല്ല, അകത്ത് വെച്ചേക്കായിരുന്നു ഞാൻ എന്റെ മേളില്. ഓഹോ, അപ്പൊ അത് ശരി, അത് അകത്തെടുത്ത് വെച്ചേക്കുവായിരുന്നല്ലേ? ആ, അത് ഇവിടെ എടുത്ത് എങ്ങോട്ടായാലും മാറ്റി കാണും. വെറുതെ അനാവശ്യം പറഞ്ഞോട്ടെ, ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ മുറി കയറി വേറെ ആരടി എടുക്കുന്നത്? പിന്നെ ഈ മുറിക്കാണ്, പിന്നെ വേറെ ആരും എടുക്കാൻ? ഈ മുറി കയറി വേറെ ആരും എടുക്കാനോ? ഇവക്ക് കയറി എടുത്തോളൂ ഈ മുറിയില്ല. പെൺപിള്ളെ ഞാൻ കൊണ്ടുകൂത്തി പെണ്ണുപിള്ളെ വിളിക്കുന്നതിനോട് ഞാൻ പലവട്ടം പറഞ്ഞു. നാത്തൂനെ, ചേട്ടാ ഈ മൂക്കുത്തി ഇവിടെ ഉള്ളത് പോലും എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ എടുക്കാനാ? ഇവിടെ ആയിരിക്കും. ഞാനോ? ഓ ഞാനൊന്നുമല്ല. കൂട്ടത്തിലാണല്ലേ? എന്നാ നിർത്തിക്കോ. ഞാനൊരു കാര്യം പറയാം എല്ലാവരുടെ അടുത്തും. എന്തുവാ? ചേട്ടാ മൂക്കുത്തി പിന്നെ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ? ആ എന്നാ മൂക്കുത്തി ഇവിടെ ഉണ്ടായിരുന്നു. ആ ഞാനതെടുത്ത് നീ എടുത്ത് സുപ്രീ കൊണ്ട് കൊടുത്തു. ഡേയ്, ചേട്ടനല്ലേ പറഞ്ഞു ഇവിടെ എല്ലാം സോൾവ് ആക്കണമെന്ന്. ഇപ്പൊ ഇവിടെ എല്ലാം സോൾവ് ആയാലും ഇവരിനി ആരും ഇനി അടി വഴക്കൊന്നും ഉണ്ടാക്കത്തുമില്ല. സുപ്രീക്ക് സന്തോഷമാവുകയും ചെയ്തു. എടാ പെറ്റ തള്ളെ പോലും ഓർത്തില്ലോടാ നീ. ഡേയ്, എത്ര രൂപയുടെ സാധനം എന്നറിയോടാ? പോയി വാങ്ങിച്ചോണ്ട് വാടാ. ഗിഫ്റ്റ് കൊടുത്ത സാധനം എങ്ങനെയാടാ തിരിച്ചു വാങ്ങിക്കുന്നേ? മൂക്കുത്തി ഇല്ലാതെ നിന്നെ ഈ വീടിനകത്ത് കേട്ടില്ല. പിടിക്കടി പിടിക്കടി. ഇത്